കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനസ്സിന് പറഞ്ഞ വാക്കുകൾ കേട്ട് സമനില തെറ്റിയ പോലെ ഇഷിത നിൽക്കുകയാണ്. പിന്നീട് മനസ്സിന് ആഷിതയോട് പറഞ്ഞു, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആഷിതയ്ക്ക്. ഞാൻ വരാം അമ്മയെന്ന് പറയാണ്. അങ്ങനെ ദയനീയമായിട്ട് ഇഷിതേനെയൊക്കെ നോക്കിയിട്ട് ആഷിത ആ ഒപ്പം അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇഷിതയുടെ അടുത്തേക്ക് വന്നിട്ട് പ്രിയാമണി ചോദിച്ചു, അല്ല മോളെ നീ എന്തേലും അവരോട് പറഞ്ഞായിരുന്നു ചോദിക്കുക. അവർ ഇത്രമാത്രം ദേഷ്യപ്പെടുന്ന പറയണമെങ്കിൽ മനസ്സിന് എന്തെങ്കിലും പറയണമെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഇഷിതയോട് ചോദിക്കുക. ഇഷിത പറഞ്ഞു, പറഞ്ഞിട്ടുണ്ടോന്നോ? പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ കുറച്ച് പൂ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പൂ വിട്ട് അവരെ ഒന്ന് പൂജിക്കുകയും ചെയ്തു. അതിന്റെ ദേഷ്യം ഇപ്പൊ കണ്ടേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു, കൊള്ളാം, എന്താണെങ്കിലും ഞാൻ അവരോട് രണ്ടെണ്ണം പറയണമെന്ന് ഓർത്താ. അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ്ട. എന്താണെങ്കിലും മോളത് നല്ല കാര്യമായ രീതിയിൽ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാം. പെട്ടെന്ന് സൂർജിമോൻ വന്നു പറഞ്ഞു, എന്താണെങ്കിലും ഇഷിതാമ്മ കലക്കിന്ന് പറയണം. അതിനുശേഷം കാണിക്കുന്ന കോടതിയാണ്. കോടതിയിലേക്ക് മഹേഷും വിവേകും കൂടെ വരികയാണ്. അപ്പം വിവേക് ചോദിച്ചു, അല്ല വക്കീല് വന്നിട്ടുണ്ടായിരിക്കുമോ? വക്കീല് വന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് വക്കീലിന്റെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന കണ്ടെന്ന് പറയാം. എന്നാൽ നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറയാണ്. അമ്മ പറഞ്ഞെന്ന് നന്നായിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് വരണ്ടാന്ന് പറഞ്ഞു. വിവേക് പറഞ്ഞു, അതൊരു കാരണവശാൽ നന്നായെന്ന് പറയണം. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ സീനാവും. ചിപ്പിമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മയ്ക്ക് കൺട്രോൾ കിട്ടത്തില്ല. പിന്നെ അത് മതി, കോടതിയിൽ ഒരു തെളിവായിട്ട് മിക്കവാറും രചനയുടെ വക്കീൽ അത് എടുക്കൂന്ന് പറയണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുമല്ലേ അവരെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആകാശിന്റെ കാർ വന്നു. അപ്പൊ കാറിനകത്തുനിന്ന് രചനയും ചിപ്പിമോളും ആകാശൊക്കെ ഇറങ്ങി. ചിപ്പിമോളുടെ കൈ പിടിച്ച് രചന അങ്ങോട്ട് പോകുന്ന കണ്ടപ്പം വല്ലാത്ത സങ്കടമായിപ്പോയി മഹേഷിന്. മഹേഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പത്തേനും വിവേക്, നീ എന്താ നോക്കണം? കണ്ടില്ലേ, ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ, ഞാൻ അവളോട് സംസാരിക്കട്ടെ. എനിക്ക് അവളെ കാണാഞ്ഞിട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാന്ന് പറയാം. നീ എന്താ പറയുന്നേ? ഇപ്പൊ നീ അങ്ങോട്ട് പോയാൽ ശരിയാവോ? നീ പോയി കുഞ്ഞിന്റെ കയ്യെ പിടിച്ച് കുഞ്ഞിനോട് സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മിക്കവാറും ആ ആകാശം ഉണ്ടല്ലോ വീഡിയോ എടുക്കും. അത് അവരൊരു തെളിവായിട്ടെടുക്കും. കുഞ്ഞിനെ വിലക്ക് കോടതി വെച്ച് തട്ടിക്കൊണ്ടു പോകാൻ വരെ ശ്രമിച്ചെന്ന് അങ്ങനെ ആക്കിയെടുക്കും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹേഷിന്. മഹേഷ് ആ സ്റ്റീറിങ്ങിലേക്ക് തല ചായച്ചിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക. സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കോടതിക്കകത്തേക്ക് രചനയും ആകാശും മോളും കൂടെ ചിപ്പിമോളും കൂടെ കയറി ചെല്ലുവാണ്. അപ്പൊ അവിടെ സൗദാമിനി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രചന ചോദിച്ചു, ചേച്ചി കുറെ സമയമായി വന്നിട്ടെന്ന് ചോദിക്കും. ഇല്ല, ഇത്തിരി സമയമായുള്ളൂ. അതെ, മോളെ നോക്കണം, ഞങ്ങൾ കോടതിക്കകത്തേക്ക് കയറാൻ പോവാന്ന് പറയണം. ശരി, അല്ല അമ്മ ഇത് എങ്ങോട്ടാ പോന്നെ? അമ്മ ഇപ്പൊ തന്നെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് നെറിയിലൊരു ഉമ്മയെ കൊടുത്തിട്ടാണ് രചന അകത്തേക്ക് അങ്ങോട്ട് കയറി പോന്നെ. രചന പോയി കഴിഞ്ഞപ്പോ ചിപ്പിമോള് സൗദാമിനി വിളിച്ചു, എന്താ ഇവിടെ വന്നേ? എനിക്കും അകത്തേക്ക് പോണെന്ന് പറയാം. ഇപ്പൊ പോകാൻ പറ്റില്ല, അത് കോടതിയാ എന്ന് പറയണം. അല്ല മോളുടെ ഡാഡി വരുമോന്ന് ചോദിക്കും. ഇവിടെ എനിക്കും മോൾക്ക് മോളുടെ ഡാഡീനെ കാണണമെന്ന് പറയാം. കോടതിയല്ലേ, ചിലപ്പോ ഇന്ന് വരുമായിരിക്കും, കേസ് വിളിച്ചിരിക്കുന്നോണ്ട് വരുമായിരിക്കും എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നേ. മഹേഷിനെ കണ്ടത് പെട്ടെന്ന് ചിപ്പിമോൾ ഓടിച്ചെന്ന് ഡാഡി എന്ന് പറഞ്ഞങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്തെന്നില്ല സന്തോഷം. ഡാഡി ദേ, മോൾക്ക് ഡാഡീനെ കാണഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇപ്പോഴാ മോൾക്ക് ഒരു സമാധാനമായത്. അതെ, മോള് ഡാഡിയുടെ വന്നോട്ടെ, ഡാഡി പോകുമ്പോൾ മോളെയും കൊണ്ടുപോകണം കേട്ടോ എന്ന് പറയണം. അതെ, മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയണം. അപ്പത്തേക്ക് നോക്കിയപ്പോൾ ആകാശ് അവിടെ നിന്ന് പതുക്കെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ. ഇത് കണ്ടതും പെട്ടെന്ന് മഹേഷ് കുഞ്ഞിന്റെ കൈ അങ്ങോട്ട് വിടിവിച്ചിട്ട് അകത്തേക്ക് അവിടെ കയറി പോകാൻ തുടങ്ങുക. പെട്ടെന്ന് ചിപ്പിമോള്, ഡാഡി പോവല്ലേ, മോളെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞാൽ പുറകെ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ സൗദാമിനി വന്ന് ചിപ്പിമോളെ പിടിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് മഹേഷ് കയറി ചെല്ലുമ്പോൾ ആകാശ് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ആകാശിന് ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ആകാശ് പറഞ്ഞു, നീ നോക്കി പേടിപ്പിക്കുന്നതും വേണ്ട, നിന്റെ പതനം തുടങ്ങിയിട മഹേഷ് എന്ന് പറയണം. മഹേഷ് ഒന്നും മിണ്ടിയില്ല. അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അകത്തേക്ക് ചെന്നപ്പം വക്കീലന്മാര് തമ്മിൽ സംസാരിക്കുകയാണ്. അല്ല ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകുമെന്ന് രാമമൂർത്തിയോട് ഭദ്രം വക്കീൽ ചോദിക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോ ഇന്ന് കൊണ്ടുപോയെന്നൊക്കെ ഇരിക്കും എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പം ആകെപ്പഴയ ടെൻഷൻ ഉണ്ടായിരുന്നു രചനയ്ക്കും. രചന പറഞ്ഞു, അതേ കുഞ്ഞിനെ നമുക്ക് കിട്ടൂലല്ലേ എന്ന് പറയണം. പിന്നെ കിട്ടാതിരിക്കില്ലേ, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ആ സമയം ഇഷിത സൂരജ്മോനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. സൂരജ്മോൻ പറഞ്ഞു, നമ്മളിന്ന് എങ്ങോട്ടാ പോണേ? പാർക്കിലാണോ ബീച്ചിലാണോ മൂവിക്കാണോ എന്ന് ചോദിക്കണം. നമുക്ക് എവിടെയെങ്കിലും അടുത്ത് മൂവിക്ക് പോവാം. അല്ല ഇഷിതാമ്മ, ഒരു കാര്യം ചെയ്യാം, പാർക്കിൽ ബീച്ചിന് പോയിട്ട് നമുക്ക് പിന്നെ മൂവിക്കുമല്ലോ. അയ്യടാ മോനെ, അങ്ങനെ മൂന്നിടത്തും പോണ്ട, ഏതിലും ഒരു സ്ഥലം മാത്രം. അതെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ.
അത് ഇഷിതാമ്മേ ആ ഫോൺ ഇങ്ങോട്ട് തടി ഞാൻ സെർച്ച് ചെയ്യട്ടെ. ഈ പാർക്കും ബീച്ചും ഒക്കെ അടുത്തടുത്തുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എളുപ്പമല്ലേ, നമുക്ക് ഒരു സ്ഥലത്ത് കയറിയിട്ട് പിന്നെ നമുക്ക് മൂവിക്ക് പോയാലോന്ന് പറയണം. അപ്പോഴാണ് ഇഷിതയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പരിചയമില്ലാത്ത നമ്പരാ. അങ്ങനെ എടുത്ത് ഹലോ പറയാണ്. അപ്പൊ അത് മറ്റാരും ആയിരുന്നില്ല, ചിപ്പിമോളായിരുന്നു. അത് ഫ്രണ്ടേ ഞാനാന്ന് പറയണ. ചിപ്പിമോളെ നീ ഇതെവിടെയാ? ഇതേ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. അതെ മോൾക്ക് കാണണം, ഫ്രണ്ടിനെ കാണണം എന്ന് പറയാം. ഇപ്പോഴോ? അതെങ്ങനെ ശരിയോ, ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയണ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിട്ട് ഇറങ്ങിയതാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോൾക്ക് കാണണമെന്ന് പറയാം. അല്ല മോളിത് എവിടെയാ? മോള് ഏതോ ഒരു കോടതിയിലാന്ന് പറയാണ്. കോടതിയിലാ? അതെ മോളുടെ കൂടെ ആരാ ഉള്ളേ? ആയമ്മ ഉണ്ടെന്ന് പറയാം. ആയമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയണം. അങ്ങനെ ഫോൺ സൗദാമിനിയുടെ കയ്യിലേക്ക് ചിപ്പിമോള് കൊടുത്തു. ചേച്ചി മോൾ എവിടെയാന്ന് ചോദിക്കണം. അത് ഞങ്ങൾ കുടുംബ കോടതിയിലാ, ഇന്ന് കേസ് നടക്കുവാന്ന് പറയണം. ഓ അതാ കാര്യം. പിന്നീട് മോളുടെ ഫോൺ കൊടുക്കാൻ പറയണം. ചിപ്പിമോളെ അതെ നീ ഫ്രണ്ട് വരാട്ടോ എന്ന് പറയണം. വരുമല്ലോ ഉറപ്പാണല്ലോ, വരാന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പം സൂരജിമൻ ചോദിച്ചു ആരാ? ചിപ്പിമോളാ. ചിപ്പിമോൾക്ക് എന്നെ കാണണോന്ന്. ഓ അപ്പൊ അങ്ങനെ, അത് നമുക്ക് ചിപ്പിമോളെ കാണാനായിട്ട് അങ്ങോട്ട് പോയാലോ? അതിനെന്താ പോയേക്കാന്ന് പറയണം. അപ്പൊ നമ്മുടെ മൂവി ഇതെല്ലാം ക്യാൻസൽ, ഇപ്പൊ തന്നെ നമ്മൾ ചിപ്പിമോളെ കാണാനായിട്ട് പോകുന്നു എന്ന് പറയണം. സൂരജിമോനും സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ഇഷിതാമ്മയുടെ ആ ചിപ്പിമോളെ കാണാൻ, ആ പെയിന്റിങ്ങിനുള്ള ചിപ്പിമോളെ കാണാനായിട്ട് എനിക്കും ആകാംക്ഷയുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടത് ഇഷിതയ്ക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കോടതിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം കോടതിയിൽ എല്ലാവരും കൂടി കേസ് വിളിക്കാനായിട്ട് പോവുകയാണ്. വല്ലാത്തൊരു ടെൻഷനുണ്ട് രചനയ്ക്ക്. ആകാശിനോട് ഞാൻ ആകാശെ ആദ്യം വിളിക്കുന്ന ഡിവോഴ്സ് കേസ് ആയിരിക്കുമോ അതോ കുഞ്ഞിന്റെ കേസായിരിക്കും എന്ന് പറയണം. ചിലപ്പോൾ കുഞ്ഞിന്റെ കേസായിരിക്കും. വനിതാ കമ്മീഷനൊക്കെ പരാതി എടുത്തിരിക്കുന്നതായിരിക്കും അല്ലേ, അതുകൊണ്ട് ആദ്യം അതോ വിളിക്കോളൂ എന്ന് പറയണം. അങ്ങനെ കുഞ്ഞിന്റെ കേസ് തന്നെയാണ് ആദ്യം വിളിക്കുന്നത്. രണ്ട് വക്കീലന്മാരും തമ്മിൽ പരസ്പരം വാദിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. പിന്നീട് രാമമൂർത്തി വക്കീൽ പറഞ്ഞു അതെ കുഞ്ഞിന്റെ കാര്യത്തില് ഇത്രയും കാലം ഇല്ലാത്തൊരു സ്നേഹം പെട്ടെന്ന് എങ്ങനെയാണ് കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഉണ്ടാകുന്നത്? 5.5 വർഷമായിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയതാ, ഇപ്പോഴാണല്ലോ വന്നേ, കാമുകനോടൊപ്പം ഒളിച്ചോടി പോയതാന്നൊക്കെ പറയാണ്. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രം വക്കീൽ പറഞ്ഞു അത് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട്, അവരുടെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റാതിരിക്കുന്ന ഒരു ഉതകുന്ന ഒരു തെളിവൊന്നുമല്ല. കാരണം ബാലാവകാശ കമ്മീഷനെ, വനിതാ കമ്മീഷനെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ രാമമൂർത്തി വക്കീൽ ഇതൊക്കെ പറയുന്നത്. കുഞ്ഞിന്റെ സേഫ്റ്റിയാണ് ഇവിടെ പ്രധാനം, അതുകൊണ്ട് കുഞ്ഞിനെ അമ്മയോടൊപ്പം തന്നെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭദ്രം വക്കീലും വാദിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് മഹേഷ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും കൂടെ കോടതി കയറി നിർത്തി രണ്ടുപേരും ചോദ്യം ചെയ്യുന്നുണ്ട്. അവസാനം രചനയുടെ വക്കീൽ പറഞ്ഞു അതെ ഇത് മാത്രമല്ല, കുഞ്ഞിന്റെ കാര്യത്തില് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇപ്പോഴും സേഫ്റ്റി ആയിട്ടല്ല കഴിയുന്നുണ്ട്, ഇത്രയും കാലം സേഫ്റ്റി ആയിട്ടല്ല കഴിഞ്ഞിരുന്നത്. കാരണം ഇപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാണ് കുഞ്ഞിനെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. കാരണം ഡോക്ടർ പോലും, പ്രശസ്തയായ ഡോക്ടർ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇഷിത ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ചിപ്പിമോളെ കുറിച്ച്, മഹേഷിനെ കുറിച്ചൊക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കോടതി പറയണം, അതിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കുകയാണ്. അവസാനം അതെല്ലാം നോക്കിയതിന്റെ അർത്ഥത്തിൽ കോടതി പറഞ്ഞു അതെ ഈ മാസം 22-ലേക്ക് ഈ കേസ് മാറ്റി വെച്ചിരിക്കുന്നു, അതുവരെ കുഞ്ഞിന്റെ അമ്മയോട് പോട്ടെ എന്ന് പറയണം. വല്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷിന്. രചനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മഹേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ആകാശ് പറഞ്ഞു എടാ ഞാൻ ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ടുണ്ട് നിന്റെ കുഴിയിലേക്ക് ഇടാനായിട്ട്, നിന്റെ പതനം തുടങ്ങിയിടാന്ന് പറയണം. ആകാശിനെ വന്നിട്ട് രചന വന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ മഹേഷിന്റെ കൂടി വല്ലാത്തൊരു വേദനയായിരുന്നു. ചിപ്പിമോളെ തനിക്ക് നഷ്ടപ്പെടുമല്ലോ, ഇനി 22-ാം തീയതി എന്താവും എന്ന് അറിയത്തില്ല. അങ്ങനെ സങ്കടത്തോട് കൂട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ചിപ്പിമോള് ഭയങ്കര സങ്കടത്തിലാ. ചിപ്പിമോള് പറഞ്ഞു എനിക്ക് ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ടിനെ കാണണമെന്ന് പറയാം. സൗദാമിന് പറഞ്ഞു ഇതേ നമുക്ക് കയറിപ്പോവാം, ഇതേ ആയമ്മേനെ വഴക്കും അറിയാം, ഇനിയിപ്പൊ മോളുടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ഫ്രണ്ട് വരാതെ ഞാൻ ഒരിടത്തേക്കും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് ഇഷിത അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇഷിതനെ കണ്ട് ഫ്രണ്ടേന്ന് പറഞ്ഞ് ഓടിപ്പോയി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെയായിരുന്നു ഇഷിതയ്ക്കും ഭയങ്കര സന്തോഷമായി. അല്ല മോള് ഒത്തിരി സമയമായോ കാത്തിരിക്കാൻ തന്നിട്ട്? ഒത്തിരി സമയമായി, എനിക്ക് ഫ്രണ്ടിനെ കാണണമെന്ന് തോന്നി അതാന്ന് പറയാണ്. ഇത് കേട്ട സൗദാമിന് പറഞ്ഞു അതെ മോൾക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അല്ല കുറെ സമയമായി ഇവളിങ്ങനെ വഴക്കുണ്ടായിരുന്നിട്ട്, കുറെ സമയമായി അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതാ, ഞാനിവിടെ പിടിച്ചു വെച്ചോണ്ടിരുന്ന അവൾക്ക് അവളുടെ ഡാഡിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു പറയാ. അല്ല മോള് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ഫുഡൊന്നും കഴിക്കണില്ലെന്ന് ചോദിക്കാം. ഇല്ല കഴിക്കണമൊന്നുമില്ല, മോൾക്ക് ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരേ വഴക്കാന്ന് പറയാം. അതെ കുഞ്ഞിന്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കുഞ്ഞിന് സമയത്ത് ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു ഡോക്ടർ എന്ന് പറയണം. അല്ല ഫ്രണ്ടിന്റെ കൂടെ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തട്ടെ എന്ന് നിൽക്കുക. ആരെ? അല്ല
എന്റെ ചിപ്പിമോൾക്ക് ഒരു ചേട്ടനെ തരട്ടെ എന്ന് ചോദിക്കുക. ചേട്ടനെയോ? അതെ, കണ്ണടച്ചോളാൻ പറയണം. അങ്ങനെ ചിപ്പിമോള് കണ്ണടച്ചു. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും സൂരജമ്മൻ ഓടി വന്ന് ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതാരാ? ഇതാ ഞാൻ പറഞ്ഞ ചേട്ടൻ. ആഹാ, ചേട്ടൻ. ഇത് ഫ്രണ്ടിന്റെ ആരാ? ഇതെന്റെ മോനാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സൂരജമ്മൻ പറഞ്ഞു, ദേ ഇഷിതാമ്മയുടെ മോനാ ഞാനെന്ന് പറയണം. ഇഷിതാമ്മ എന്നാണോ വിളിക്കണേ? ആ അതെ, ഇഷിതാമ്മ എന്നാ വിളിക്കുന്നത്. അന്ന് ഞാൻ ഇത് മുതലെ ഫ്രണ്ടിനെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വല്ലാത്തൊരു സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നറിയത്തില്ല. ചിപ്പിമോളെ പോയി വാരിയെടുത്ത് ഉമ്മ കൊടുക്കുവാണ് ഇഷിത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇനി നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. 22-ാം തീയതി എന്തായാലും കേസ് നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ചിപ്പിമോളെ മഹേഷിനെ കിട്ടുക തന്നെ ചെയ്യും. ഇഷിത ഇറങ്ങി തിരിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.